My name is Mariam Babu. I am from Sultan Batteri in Wayanad district. I am a psychological counselor. I have completed my 1-year diploma in psychological guidance and counseling. I am applying for this certificate from World Skill Counseling to improve my career. Thank you. ഓവർ പ്രഡിക്ഷൻ ഒഴിവാക്കാനുള്ളതാണ്. അപ്പം നമ്മൾക്ക് മക്കളിൽ അമിതമായ പ്രഡിക്ഷൻ അല്ലെങ്കിൽ അമിതമായ എന്താ പറയുക ആഗ്രഹങ്ങൾ മക്കളുടെ മേൽ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി കൂടുന്നത്. ആൻസൈറ്റി കൂടുകയും നമുക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിക്കലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാവും. അങ്ങനെ വരുമ്പോൾ ശരീരവേദന, തളർച്ച, ക്ഷീണം, ദേഷ്യം, സങ്കടം എല്ലാ ഇമോഷനും മുന്നിട്ട് നിൽക്കും. ഇത് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ആൻസൈറ്റിയുടെ പീക്ക് അവസ്ഥ. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് നമുക്ക് റിക്കവർ ആവാൻ സാധിക്കില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താ, നമ്മുടെ മക്കള് നമ്മൾ വളർത്തി ഇത്രയൊക്കെ ആക്കി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു. ദെൻ ഓക്കെ, ഒരു പാരന്റ് ചെയ്യേണ്ട രീതിയിലെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തു. ഇനി അവരുടെ വഴി അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ഓവർ ടെൻഷൻ അടിച്ച് നമ്മളുടെ സമാധാനം കളയാൻ അർത്ഥമില്ല. നമ്മുടെ സമാധാനം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ സന്തോഷം പോകും. നമ്മുടെ ഹസ്ബൻഡുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ഇടപെടാൻ സാധിക്കാതാവും. മക്കളുടെ കാര്യങ്ങൾ പലതും ഷെയർ ചെയ്യാൻ പറ്റാതാവും. കാരണം അവർ ചിന്തിക്കുന്ന രീതി വേറെ ആയിരിക്കും. അതുകൊണ്ട് ആസ് എ മദർ എന്ന നിലയ്ക്ക് താങ്കൾ അനാവശ്യമായ ഓവർ ആൻസൈറ്റി ഒഴിവാക്കുക. അവരെ പാട്ടിന് വിട്ടേക്കുക. അവരുടെ വഴിയിൽ അവർ കണ്ടെത്തട്ടെ. അതിനുള്ളൊരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക. നമ്മൾ ചോദിച്ച് നിരുത്സാഹപ്പെടുത്താതിരിക്കുക. എന്തായി, എവിടെയായി, പോയോ ഇല്ലയോ, എന്തായി, അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട് കൊടുക്കാതിരിക്കുക. നമ്മളോട് എന്താ അവർ പറഞ്ഞാലും അവരെ നമ്മൾ കാമായിട്ട് തന്നെ നമ്മൾ കേൾക്കുക. നമ്മൾ ഏറ്റവും നന്നായിട്ട് മക്കളെ ലിസൺ ചെയ്യുക. അവർ പറയുന്നത് വ്യക്തമായിട്ട് ലിസൺ ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ തോന്നിയാൽ കൂടി പോസിറ്റീവ് പറയുക. പോസിറ്റീവ് പറയുക, ഫോളോ അപ്പ് എടുക്കുക. ആ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ വീണ്ടും വീണ്ടും ബോധവൽക്കരിക്കുക. കലാം സാർ പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം അഥവാ ഗോൾ അഥവാ ലക്ഷ്യം. ഇതിനെക്കുറിച്ച് നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുക. ഇത് നമ്മളുടെ മക്കൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ബോധേഡായിക്കൊണ്ട് നമ്മൾ ചെയ്യുക. കോൺസെൻട്രേഷൻ. ഒരു മദർ എന്ന നിലയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യാം. അതിനപ്പുറത്ത് മറ്റാരുടെയും കാര്യം അനാവശ്യമായിട്ട് തലയിൽ കയറി ടെൻഷൻ അടിക്കാതിരിക്കുക. ഓവർ ടെൻഷൻ വരുമ്പോൾ ഏറ്റവും ഉത്തമമാണ് പൾസ് കൗണ്ടിങ്. ഓവർ ടെൻഷൻ വരുമ്പോൾ പൾസ് കൗണ്ടിങ് ചെയ്യുക. പൾസ് കൗണ്ടിങ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ഇവിടെ കഴുത്തിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൾസ് കൗണ്ടിങ് ഒന്ന് ചെയ്ത് നോക്കും. ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് ആ പൾസ് കൗണ്ടിങ് ഒന്ന് കണ്ണുകളടച്ച് ആ കൈയോടെ വെച്ച് ഒരു 100 വരുന്നു പൾസ് കൗണ്ടിങ്. സ്വന്തം പൾസിൻ്റെ ആ കൗണ്ടിങ് നമുക്കൊന്ന് അറിയണ്ടേ, ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കും. 100 എണ്ണുന്ന വരെ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, ഈ പൾസ് കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു ചിന്തകളും നമ്മളിലേക്ക് വന്നില്ല. നമ്മൾ റിലാക്സ് ആയി. ഈ പൾസ് കൗണ്ടിങ് നമ്മളുടെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. മനസ്സ് കാമാവാൻ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾക്ക് ടെൻഷൻ ഓവർ ആൻസൈറ്റി മൂലം നമുക്ക് ചിലപ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരും. ഒരു നെഞ്ചിലൊക്കെ ഒരു ഭാരം ഫീൽ ചെയ്യും. ആ സമയത്ത് നമ്മളൊന്നും ചെയ്യണം. നമുക്ക് എവിടെയാണോ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുക അവിടെ പോയിട്ട് നമ്മളൊന്ന് ബ്രീത്ത് നല്ലോണം ഉള്ളിലേക്ക് ശ്വാസം ഈ 2 വിരലുകൾ ഇതാണ് ചിന്മുദ്ര. ഇത് പ്രാണമുദ്ര, പ്രാണായാമം ചെയ്യേണ്ട മുദ്രയാണ്. ഇത് പിടിച്ചിട്ട് നമ്മൾ ഒരു വേഗൽ കൊണ്ട് ഇത് അടയ്ക്കുക. എന്നിട്ട് ശ്വാസം നല്ലോണം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഒരു 5 എണ്ണം വരെ ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. ദെൻ ലെഫ്റ്റ് മൂക്ക് അടയ്ക്കുക, ഇതിൽക്കൂടെ വിടുക. അത് വീണ്ടും നമ്മൾ 10 എണ്ണം റിലാക്സ് ചെയ്ത് പതിയെ വിടുക. വീണ്ടും ഈ മൂക്കിക്കൂടെ തന്നെ ഉള്ളിലേക്ക് ശ്വാസം അകത്തേക്ക് നന്നായിട്ട് വലിക്കുക. ഹോൾഡ് ചെയ്യുക. ഒരു 5 എണ്ണം വരെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതിയെ പുറത്തേക്ക് വിടുക. അപ്പുറത്തേക്ക് കൂടി അങ്ങനെ
വയ്ക്കുക, ഇടത്തെ മുക്കിൽ കൂടി വരാം, ഇടത്തെ മുക്കിൽ കൂടി, അങ്ങനെ ഒരു 10 പ്രാവശ്യം അത് ചെയ്യും. ഇത് നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡയോക്സൈഡ്, നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കടക്കുന്നു. അപ്പം നമ്മൾ ബോധപൂർവ്വം പ്രാണായാമം ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ അധികമായിട്ട് ഉള്ളത് പുറത്തേക്ക് ഇങ്ങനെ ബോധപൂർവ്വം നമ്മൾ പ്രാണായാമം ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം ശരീരം സ്ട്രെസ് ഹോർമോൺ പുറത്തേക്ക് കളയുന്നു എന്നുള്ളതാണ്. ഹാപ്പി ഹോർമോൺ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാർ രാവിലെ ഓടിച്ചാടി എഴുന്നേൽക്കുന്നവരാണ്. നേരെ വൈകി അയ്യോ ഇത്ര നേരം ഓടി നമുക്ക് അടുക്കളയിലേക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കാം. നമുക്കൊക്കെ ഹസ്ബൻഡിന് ജോലിക്ക് പോകേണ്ടതാണ്, നേരത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതുവരെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ മുന്നേ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ട സമയമാണ്. ആ അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ആരുടെയും ഡിസ്റ്റർബ് ഇല്ല. നിങ്ങളിപ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു 5:30 എഴുന്നേൽക്കുക. ഈ 5:30 to 6 മണിക്കുള്ളത് താങ്കളുടെ സമയം മാത്രമാണ്. അത് വേറെ ആർക്കും കൊടുക്കണം. അത് എൻ്റെ ഇൻറ്റിമേറ്റ് സ്പേസാണ്. ആ ഇൻറ്റിമേറ്റ് സ്പേസിൽ എന്തൊക്കെ ചെയ്യണം താങ്കളുടെ വ്യക്തമായ തീരുമാനമാണ്. അത് മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ്. ആരുടെയും ശല്യമില്ലാതെ സൈലൻ്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ആ മെഡിറ്റേഷനിൽ നമുക്ക് എന്തൊക്കെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇരുന്ന് കൊടുക്കുക. തുടക്കത്തിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തകൾ കടന്നു വരും. അയ്യോ നേരം പോയോ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഡിസ്റ്റർബ് ചെയ്യോ, അല്ലെങ്കിൽ പ്രശ്നമെടുത്ത് ഇങ്ങനത്തെ ചിന്ത, അന്ന് കറി വേവോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരും. ആ ചിന്തകൾ അതിൻ്റെ പാട്ടിന് വിട്ടുക. ചിന്തകൾ നോട്ട് കെയർ, എന്താ പറയുക, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ ചിന്തകളെ ഞാൻ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കുക. അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ആ ടൈമിൽ കറക്റ്റ് ആ ടൈമിൽ എഴുന്നേറ്റിരിക്കാൻ തയ്യാറുമ്പോൾ മനസ്സ് പതിയെ നമ്മളുടെ പരിധിയിൽ വരും. മനസ്സ് ആ സമയം സൈലൻ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ മനസ്സ് സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ നമ്മളിലേക്ക് കൊടുക്കുക. എന്താ വേണ്ടത്, നമ്മൾ സെൽഫ് അഫർമേഷൻ